ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? കെ.സി. വേണുഗോപാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞു കേരളം ഭരിക്കുന്നത് BJP ആണ് എന്ന് നിങ്ങൾ കരുതിയോ? ആ ചോദ്യത്തിലുണ്ട് എല്ലാ ഉത്തരവും. കേൾക്കാൻ നമുക്ക് കെ.സി. വേണുഗോപാലിന്റെ വാക്കുകൾ. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെന്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക. വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവര് തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? അദാനിയാണ് അതിന് മറുപടി പറയേണ്ടത്. കുറുക്കു വഴിയിലൂടെ അല്ലല്ലോ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നേടേണ്ടത്. നേരായ വഴിയിലൂടെ അല്ലേ? ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് സെബിയുടെ പെർമിഷനും കൂടെ വാങ്ങിക്കാനുള്ള നടപടി എടുക്കുന്നതാണ്. മുഖ്യമന്ത്രി അറിയാതെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരികൾ കൈമാറിയത് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. നിയമസഭയിൽ പറഞ്ഞതാണ്. മാധ്യമങ്ങളിൽ നിന്നാണ് ഞാനിത് അറിഞ്ഞത് എന്ന്. എന്നാൽ പിന്നീട് വാർത്ത വന്നു, മുഖ്യമന്ത്രിയോട് നേരത്തെ ആലോചിച്ചിരുന്നു, മുഖ്യമന്ത്രി മൗനാനുവാദം നൽകിയിരുന്നു, അതേ തുടർന്നാണ് അദാനി ഗ്രൂപ്പ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്ന്. ഒരിക്കലും മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ, സർക്കാരിൻ്റെ അനുവാദമില്ലാതെ അദാനി ഗ്രൂപ്പ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകില്ല. അത്രയ്ക്ക് ധൈര്യം അദാനി ഗ്രൂപ്പിന് ഉണ്ടാകില്ല. പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ മൗനാനുവാദം ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ചെയ്യില്ല എന്ന്. അപ്പോഴാണ് വാർത്ത വന്നത് സർക്കാരിനെ നേരത്തെ അറിയിച്ചിരുന്നു, രേഖാമൂലം അറിയിച്ചില്ല, സർക്കാരിനോട് വാക്കാൽ അനുവാദം തേടിയിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ആരോടായിരിക്കും അനുവാദം തേടിയിരിക്കുക? അദാനി മുഖ്യമന്ത്രിയോട് തന്നെയായിരിക്കും. കാരണം അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, കൂടാതെ അദ്ദേഹം തുറമുഖ വകുപ്പ് മന്ത്രിയുമാണ്. എന്ന് വെച്ചാൽ കേരളം ഭരിക്കുന്നത് BJP ആണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അദാനി തീരുമാനിക്കും, പിന്നീട് മുഖ്യമന്ത്രി അതല്ലെങ്കിൽ സർക്കാർ അത് അംഗീകരിക്കും. അതാണ് രീതി. അതേ രീതി കേരളത്തിലേക്കും വരികയാണ്. എന്ന് വെച്ചാൽ കെ.സി. വേണുഗോപാൽ പറഞ്ഞതുപോലെ കേരളവും ഭരിക്കുന്നത് ആരാണ്? BJP ആണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഓഹരി കൈമാറ്റം. ഇതൊന്നുമല്ല, ഇതിനു മുമ്പ് തന്നെ ഇത്തരം നീക്കങ്ങൾ നടന്നിരുന്നു. PM ശ്രീ നാം കണ്ടതാണ്, PMA വയലിൽ നാം കണ്ടതാണ്. അതിനുശേഷം പല നിയമനങ്ങളും, ഏറ്റവും ഒടുവിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N. ശേഷാദ്രിനാഥനെ നിയമിച്ചത് വരെ BJPയുടെ ആവശ്യമാണ്. അതല്ലെങ്കിൽ ഗവർണർ ഇത്ര പെട്ടെന്ന് അതിൽ ഒപ്പിടേണ്ട കാര്യമുണ്ടായിരുന്നോ? ഈ ചോദ്യമൊക്കെ അന്ന് തന്നെ ഉയർന്നു വരികയും കേരളം ഭരിക്കുന്നത് UDF അല്ല BJP ആണ് എന്ന ആരോപണം ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ കെ.സി. വേണുഗോപാലും, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ.സി. വേണുഗോപാലും അത് അംഗീകരിച്ചിരിക്കുന്നു.